എല്ലോ ഉട്ടോപ്പിയയുടെ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ്. എന്താണ് ഈ ഉട്ടോപ്പിയ? ഞങ്ങളുടെ NGO ആണ്. ഉട്ടോപ്പിയയുടെ അണ്ടറിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉട്ടോപ്പിയ എന്നുള്ള NGOയുടെ പ്രവർത്തനങ്ങളായിട്ടാണ് വില്ലേജിലെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഉട്ടോപ്പിയ ഇപ്പൊ 4 മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡ്, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അങ്ങനെ 4 മേഖലകളിലാണ് ഉട്ടോപ്പിയ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് കോട്ടയം ജില്ലയിൽ ചെമ്പ് എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാൽ പോലും ജിയോഗ്രഫിക്കലായിട്ടുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ് മനുഷ്യന്റെ അടിസ്ഥാന ഘടകമെന്നും അത്തരത്തിൽ ആണ് നമുക്ക് സെൽഫ് സസ്റ്റൈനബിൾ ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയയിലാണ്. എവല്യൂഷണറി ആയിട്ട് അങ്ങനെയാണ്. ചെറിയ ചെറിയ നമുക്ക് പരസ്പരം വേറെ യന്ത്രത്തിന്റെ ഒന്നും സഹായം ഇല്ലാതെ പരസ്പരം അറിയാൻ പറ്റുന്ന കണക്ഷനിലുള്ള ജിയോഗ്രഫിക്കലി ഡിവൈഡഡ് ആയിട്ടുള്ള ചെറിയ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവണം എന്നുള്ള ഐഡിയയിലാണ്. അവിടെ അവർക്കുള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവണം. അതായത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ. ഞങ്ങൾ ഇപ്പോൾ ചെമ്പിലൊരു ചെറിയ കോട്ടേജ് ചെയ്തിട്ടുണ്ട്. 1 രൂപ പോലും മുടക്കി ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഒന്നുമില്ല. അവിടുന്ന് ലോക്കലി കിട്ടുന്ന മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ചെളി, നല്ല ചെളി കിട്ടുന്ന സ്ഥലമാണ്, ക്ലേ കിട്ടുന്ന സ്ഥലമാണ്. തെങ്ങുണ്ട്, തെങ്ങിന്റെ തടിയുണ്ട്, ഓലയുണ്ട്, പലതരത്തിലുള്ള പ്രോഡക്ട്സ് തെങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. മുള, കവുങ്ങ്, തടി, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് മാൻ പവർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പണമായിട്ടൊന്നും ചെലവഴിക്കേണ്ടി വരാതെ അവിടെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 5 എഡ്യൂക്കേഷൻ സൈഡിൽ ഞങ്ങൾ 5 സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ലോക്കൽ നോളജ് കളക്ട് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നാടിനെ പറ്റിയും നാട്ടറിവുകളെ പറ്റിയും കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. അതുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും ഇല്ല, പലപ്പോഴും പ്രാക്ടിക്കലും ഇല്ല. ആ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള അറിവുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവിടുത്തെ അറിവുകൾ എന്ന് പറയുമ്പോൾ പുഴയും കായലും ഒക്കെ ഉള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട്. ചെമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം, മീൻ പിടിക്കാൻ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആർക്കും അതൊന്നും അറിയില്ല. തെങ്ങിന്റെ ഓല വെച്ച് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവന് കളിപ്പാട്ടം വാങ്ങി കൊടുക്കുക എന്നുള്ളതാണല്ലോ. പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ തെങ്ങിന്റെ ഓല വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇത് വേറൊരു തരത്തില് ഒരു കുട്ടിയുടെ ലെവലിൽ അവന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവൻ അറിഞ്ഞിരിക്കേണ്ട ആ നാട്ടറിവുകൾ അവനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അത് മാത്രമല്ല, പ്രായമുള്ള ആൾക്കാർ സ്കൂളിൽ വന്ന് കുട്ടികളോട് സംവദിക്കുമ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പും കുറയ്ക്കാൻ പറ്റുമെന്ന് അത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. പക്ഷേ അതായിരുന്നു ഏറ്റവും നല്ല ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നത്. ഇപ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാരുമായിട്ട് ഈ കുട്ടികൾ സംവദിക്കുന്നില്ല. അവരെന്താ പഠിക്കുന്നത്, അവരെങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. തിരിച്ചും ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഉണ്ട് അവിടെ. അതെ അതെ. അപ്പോ അത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മോഡൽ സക്സസ് ആയാൽ സ്കേലബിൾ ആവാൻ പറ്റാവുന്ന ഒരു തീർച്ചയായിട്ടും ഭൂമി മൊത്തം ഇത് പടരും. പക്ഷെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏത് റീജിയനിലാണോ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ചെമ്പിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല സൗദി അറേബ്യയിൽ ഒരു സ്ഥലത്ത് പഠിപ്പിക്കേണ്ടി വരിക.